സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് പര്യടനം പുറപ്പെടേണ്ട സ്ഥലത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട്. കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിനും സ്പോർട്സ് കൗൺസിലിനും അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്വർണ്ണക്കപ്പുമായുള്ള വിളംബര ഘോഷയാത്ര ഇന്നാണ് കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കേണ്ടത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അരുൺ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ അരുൺ? എന്താണ് അതിന് കാരണം? വെരി ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പ് അത് സംസ്ഥാനത്ത് ആദ്യമായാണ് കായികമേളയ്ക്ക് ഒളിമ്പിക്സിന് സ്വർണ്ണക്കപ്പ് നൽകുന്നത്. 117 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പാണ്. സ്വർണ്ണക്കപ്പിൻ്റെ പര്യടനം, സ്വർണ്ണക്കപ്പിൻ്റെ ഡെമോയുടെ പര്യടനമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇന്ന് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു അറിയിപ്പ് മാത്രമായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ഭരണകൂടത്തിനോ ജില്ലാ ഇൻഫർമേഷൻ സിസ്റ്റത്തിനോ അത്തരത്തിലൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. PRD മുഖേന മാധ്യമപ്രവർത്തകർക്ക് ആർക്കും അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെയും ഈ നിമിഷം വരെയും ലഭിച്ചിട്ടില്ല. നമ്മൾ നിരന്തരമായി ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അവർക്കാർക്കും ഇതേക്കുറിച്ചുള്ളൊരു അറിയിപ്പില്ല എന്നാണ് പറയുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ പോലും ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഇതേക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. ഇന്നിപ്പോൾ സ്വർണ്ണക്കപ്പ് പര്യടനം നടത്തുമെന്നും 2 വാഹനങ്ങളായി ഇത് കൊണ്ടുപോകണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എവിടെ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല എന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ EMS സ്റ്റേഡിയമാണ്, നീലേശ്വരത്തെ EMS സ്റ്റേഡിയമാണ്. ഇവിടെയാണ് ജില്ലാ കായികമേള നടക്കുന്നത്. ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ EMS സ്റ്റേഡിയത്തിൽ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പിൻ്റെ ഡെമോ അത് പര്യടനം ആരംഭിക്കുക എന്നുള്ളതാണ്. നേരത്തെ കാഞ്ഞങ്ങാട് നിന്നാണ് ആരംഭിക്കുക എന്നായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് നിന്ന് അറിയിപ്പ് ലഭിച്ചത്. പക്ഷേ അതിലൊരു മാറ്റം ഇന്ന് രാവിലെ വന്നിരുന്നു. അത് പല ആളുകളുടെയും വാട്സപ്പ് ചാറ്റുകളിൽ നിന്നാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഈ EMS സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ പറയുന്നത് EMS സ്റ്റേഡിയത്തിൽ നിന്ന് സ്വർണ്ണക്കപ്പിൻ്റെ പര്യടനം ആരംഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഈ തുടക്കത്തിലെ തന്നെ കല്ലുകടി ഒഴിവാക്കാമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.